ഹായ് ഗായ്സ്, അങ്ങനെ നീണ്ട കാലത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ദുബായിലുള്ള ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഫിഷ് മാർക്കറ്റ് എന്ന് പറയുമ്പം നമ്മുടെ ദുബായിലുള്ള ഒട്ടുമിക്ക പേർക്കും ഇത് ഫെമിലിയർ ആണ് കേട്ടോ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫിഷ് മാർക്കറ്റിൽ വരുന്നത്. നമുക്ക് വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചൊയ്ലുവിൻ്റെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ഇങ്ങോട്ടുള്ള സ്ഥലത്തൊക്കെ പോവാന്ന് പറയുമ്പം ഒന്നും നോക്കാതെ ചാടി വീഴും കേട്ടോ. ഇതൊക്കെ വല്ലപ്പോഴും അല്ലേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫിഷ് മാർക്കറ്റ് എന്ന് കേട്ടപ്പോൾ നമ്മളിങ്ങനെ ചാടി ഇറങ്ങി കേട്ടോ. ഇവിടെ ജീവനുള്ളതും ജീവനില്ലാത്തതും അലങ്കാര മത്സ്യങ്ങളും അങ്ങനെ ഒരുപാട് ടൈപ്പ് മത്സ്യങ്ങളുണ്ട് കേട്ടോ. അപ്പം നമുക്കിന്ന് ഫിഷ് മാർക്കറ്റിലെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ശരിക്കും ഇതിൻ്റെയൊക്കെ അകത്ത് കയ്യിൽ വെച്ച് കൊടുത്താൽ നമ്മുടെ കൈയൊന്നും ബാക്കി കാണത്തില്ല കേട്ടോ. നമ്മുടെ കൈയൊക്കെ ഇറുക്കിക്കൊണ്ട് പോവും. ശരിക്കും കണ്ണിനൊരു പുതിയൊരു അനുഭവവും നല്ലൊരു കുളിർമയാണ് കേട്ടോ ഈ ഫിഷ് മാർക്കറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഒരുപാട് അലങ്കാര മത്സ്യങ്ങളും ആമയും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇവർ സെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ആമയ്ക്കാണെങ്കിൽ 15 ദിർഹംസ് മാത്രമേ ഉള്ളൂ. അലങ്കാര മത്സ്യങ്ങൾക്കും ഈ 1-2 ഏടിയൊക്കെ ഉള്ളൂ. പക്ഷെ നമുക്കിവിടെ സൗകര്യക്കുറവ് കൊണ്ട് തന്നെ നമുക്കിതൊന്നും മേടിച്ച് വളർത്താനൊന്നും പറ്റില്ല കേട്ടോ. നമുക്ക് നല്ല സൗകര്യമൊക്കെ ആകുമ്പോൾ നമുക്കിതിനെയൊക്കെ വാങ്ങിച്ച് വളർത്താം. അങ്ങനെ ഞങ്ങൾ ഈ സെക്ഷനൊക്കെ പതിയെ കണ്ട് വന്ന് ഞങ്ങൾ ഇനി ഭക്ഷിക്കാനുള്ള മത്സ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനുള്ള സെക്ഷനിലേക്ക് പോകാമെന്ന് വെച്ച്. അവിടെ ദേണ്ട് നമ്മുടെ നാടൻ മത്തിക്കൊക്കെ 2.5 ദിർഹംസൊക്കെ ഉള്ളൂ. ശരിക്കും 2.5 ദിർഹംസ് എന്നൊക്കെ കേട്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ ടൈപ്പ് മീനിൻ്റെ സെക്ഷനിലേക്കും നമ്മൾ പോവുക. ഇതൊക്കെ ആരാ കിടക്കുന്നതെന്നാ വെച്ചിട്ടാ? നമ്മുടെ നാട്ടിൽ ഇതിൻ്റെയൊക്കെ 2 ടൈപ്പൊക്കെ കാണാനുള്ളൂ. ഇത് ഒന്നിൻ്റെ തന്നെ പല ടൈപ്പൊക്കെയാണ് കിടക്കുന്നത്. അങ്ങനെ പതിയെ ഓരോ സെക്ഷനിലേക്കും പോയിക്കൊണ്ടിരിക്കുക. ഇവിടൊക്കെ എന്ത് തരം മാർക്കറ്റിംഗ് ആണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഒരാൾ നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നു, മറ്റാൾ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്നു. ഇവിടെ ആൾ 20 ദിർഹംസ് പറഞ്ഞാൽ അവിടെ ആൾ 15 ദിർഹംസ് പറയും. വല്ലാത്തൊരവസ്ഥ തന്നെ. അങ്ങനെ മീനുകളൊക്കെ വാങ്ങിച്ച് നമുക്ക് ആ മീനുകളൊക്കെ ഇവിടെ കൊണ്ട് വൃത്തിയാക്കാനായിട്ടും കൊടുക്കാൻ പറ്റും കേട്ടോ. ഇവരെ ചെറിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കും. പക്ഷേ മീനുകളൊക്കെ കഴുകി വൃത്തിയാക്കി നമുക്ക് തരും കേട്ടോ. അങ്ങനെ അതും കൊടുത്ത് നമ്മൾ ഇവിടെ തന്നെ വെജിറ്റബിൾസിൻ്റെ സെക്ഷനും ഫ്രൂട്ട്സിൻ്റെ സെക്ഷനും ഉണ്ട്. അങ്ങനെ നമുക്ക് അഫോർഡബിളായിട്ട് അതും കിട്ടും കേട്ടോ. അങ്ങനെ നമുക്ക് അതും കൂടെ വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളുടെ ബഡ്ജറ്റ് ഏകദേശം കാലിയായി കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പർച്ചേസിങ്ങും കഴിഞ്ഞ് ഇറങ്ങുക കേട്ടോ. ബൈ.